വയനാട്ടിലാണ് കൊലയാളി കാട്ടാന ഇന്ന് എത്തിയത്. മാനന്തവാടിയിൽ മധ്യവയസ്കനെ പിന്തുടർന്നെത്തി ചവിട്ടിയരക്കുകയായിരുന്നു ഈ കാട്ടാന. ഭയന്നോടി അജീഷിനെ ആക്രമിച്ച് സമീപത്തെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു. ഞാൻ ഇവിടുത്തെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കയറി വരാൻ ഗേറ്റ് ഞാൻ അവിടുന്ന് വേഗം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ദേഷ്യം പിടിച്ച പോലെ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഞാൻ വേഗം ഗേറ്റ് ഓടി കയറാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയതാ. അപ്പോഴത്തേക്ക് അത് വേഗത്തിൽ സ്റ്റെപ്പ് കയറി വരാൻ തുടങ്ങി. അപ്പൊ മോൻ ഓടി അകത്തേക്ക് അവിടെയുള്ള ചേട്ടന്മാര് വേഗം അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഓടി അകത്ത്. റോഡിൽ സൈഡിൽ നിന്ന ആളാണ്. ആന വന്നപ്പോൾ അയാൾ നേരെ ഓടി ഇപ്പുറത്തേക്ക് കിടന്നു. ഗേറ്റ് തുറക്കാൻ ഞങ്ങൾ നോക്കി, കഴിയാത്തതുകൊണ്ട് അയാൾ ഗേറ്റിന്റെ മേളിൽ കൂടെ തന്നെ ചാടി ഇപ്പുറത്തേക്ക്. അതെ അതെ അതെ, മുന്നിൽ തന്നെ ഇറങ്ങി. ഇവിടേക്ക് ആൾ വീണപാടെ ഒന്നും കൂടെ എണീക്കാൻ നോക്കിയപ്പോൾ ആന ചവിട്ടി. ഈ സൈഡിലേക്കാണ് കുറച്ച് ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ആന എന്തൊക്കെയാണ് പുറകെ പോയി അയാളെ ചവിട്ടായിരുന്നു. അത് തന്നെ ആ സ്റ്റെപ്പ് കൂടെ തന്നെ മുകളിൽ കയറിപ്പോയി. കമലുണ്ട് നമുക്കിപ്പം. കമലേട്ട, വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ്റെ അവസാന നിമിഷമാണ് നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത ചൂടിൽ അയാളുടെ മരണം സംഭവിക്കുകയാണ്. അത് അവിടുത്തുകാരൊക്കെ എങ്ങനെ ആ ഷോക്കിൽ നിന്ന് മുക്താവുമെന്ന് തന്നെ നമുക്കറിയില്ല. എങ്ങനെയാണ് ആ കുടുംബവും അല്ലെങ്കിൽ അവിടെ അത് കണ്ടു നിന്നവരൊക്കെ ഇപ്പോൾ അവരൊരു സ്ഥിതി എന്താ? ദിവിഷ്, ആന ആദ്യം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് ആന ആക്രമിക്കുന്നു. അവിടെ നിന്ന് മുന്നിലേക്ക് എടുത്തെറിയുന്നു, പിന്നാലെ പോയി വീണ്ടും ആക്രമിക്കുന്നു. അതാണ് സംഭവിച്ചത്. നമ്മൾ കാട്ടാന ആക്രമിച്ചും കടുവയെ ആക്രമിച്ചുമൊക്കെ പലരും മരിച്ചത് ഞാൻ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു വന്യമൃഗം ആക്രമിക്കുന്ന, മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു സംഭവം എൻ്റെ ഓർമ്മയിലില്ല. കാരണം ആന സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആന ആ സ്റ്റെപ്പ് വരെ വന്ന് തിരിച്ചു പോകേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പുറകെ ഓടി വന്നാലും എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ഒന്ന് ഭയപ്പെടുത്തി തിരിച്ചു പോകുന്ന രീതിയാണ് മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു സ്റ്റെപ്പ്, ഒരാൾക്ക് കയറിപ്പോകാവുന്ന ഒരു സ്റ്റെപ്പ് ചവിട്ടി ആന മുകളിലേക്ക് പോകുന്നു, ഗേറ്റ് തകർക്കുന്നു, പിന്തുടരുന്നു, ആക്രമിച്ച് എടുത്തെറിഞ്ഞ് വീണ്ടും പിന്നാലെ പോയി ആക്രമിക്കുന്നു. ഇത്തരത്തിൽ ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല. എന്താണ് ആന ഇത്രയും ആക്രമണ സ്വഭാവം കാണിക്കാനെന്ന് നമുക്കറിയില്ല. ആനയെ കുർവദ്വീപിലേക്ക് ഓടിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് ആന വനത്തിൽ കയറും എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് ആന തിരിച്ച് കയറി ഈ റോട്ടിലേക്ക് വരുന്നതും ഈ അജീഷിനെ ആക്രമിക്കുന്നതും. അജീഷ് രാവിലെ സ്വന്തം കൃഷിയിടത്തിൽ ജോലിക്ക് ആളെ വിളിക്കാനായി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഈ ആന ഇറങ്ങിയ വിവരം അറിഞ്ഞ റോഡരികിൽ നിന്നത്. പെട്ടെന്ന് ആന വരുന്നു. അജീഷ് വീട്ടിലേക്ക് കയറാൻ നോക്കുന്നു. അപ്പോൾ ഗേറ്റ് പൂട്ടിയിരുന്നു. അവിടുത്തെ കുഞ്ഞുമക്കൾ ഗേറ്റ് തുറക്കാൻ താക്കോലൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും തുറക്കാൻ പറ്റുന്നില്ല. മക്കളും മുറ്റത്താണ് ഉണ്ടായിരുന്നത്. അവർ ആന വരുന്നു ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ 2 ചെറിയ കുട്ടി ആദ്യം കയറുന്നു, മൂത്തയാൾ പിന്നാലെ കയറുന്നു. ആ കുട്ടികളൊക്കെ മുറ്റത്തുണ്ടായിരുന്ന വേറെ ചില ആളുകൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഓടിയത്. അജി ഓടിയ ഭാഗത്തേക്കാണ് ആന വന്നതും വീണുപോയി. ആ ഗേറ്റ് ചാടി കടന്നു വരുന്നത് കൊണ്ട് തന്നെ മുറ്റത്ത് വീണുപോയി. ആ വീഴ്ചയുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ വീടിൻ്റെ പുറകുവശത്തേക്കൊക്കെ ഓടിയാൽ ആനയ്ക്ക് പിന്തുടരാൻ പറ്റില്ലായിരുന്നു എന്നാണ് വീട്ടുടമസ്ഥനൊക്കെ പറയുന്നത്. എന്തായാലും ഒരു ദാരുണമായ സംഭവം. നമ്മൾ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും വന്യജീവി ആക്രമണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ദാരുണമായൊരു ദൃശ്യവും ഒരു സംഭവവും എൻ്റെ ഓർമ്മയിലില്ല. ശരിയാണ്, പറഞ്ഞ പോലെ പിന്തുടർന്നെത്തി കൊല്ലണമെന്ന് ഉറപ്പിച്ചതുപോലെ ഒരു വന്യമൃഗം ഇങ്ങനെ പിന്തുടർന്ന് കൊല്ലുന്നത് നമ്മളും ആദ്യം കാണുകയാണ്. എന്തായാലും വല്ലാത്ത സങ്കടമാണ്. ആ കുടുംബത്തിന് ഈ ഒരു ആഘാതത്തിൽ മറികടക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷയ്ക്ക് നിർവാഹമുള്ളൂ. അതിന്